അവകാശങ്ങൾ ചോദിക്കുന്നതും വിശ്വാസത്തിനു വേണ്ടി സംസാരിക്കുന്നതും തെറ്റാണോ? അല്ല. എങ്കിൽ ചില ചോദ്യങ്ങൾ. 80-20 സംവരണം ഭരണഘടനാ വിരുദ്ധവും അനീതിയുമാണെന്ന് ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടും ജനസംഖ്യ ആനുപാതികമായി സംവരണം നൽകണമെന്ന് വിധി പ്രസ്താവിച്ചിട്ടും ഈ വിധിക്കെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ക്രൈസ്തവരെ വെല്ലുവിളിക്കുന്നതും ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുന്നതിനും തുല്യമല്ലേ? ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തില് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം പരീക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കായി പരീക്ഷ മാറ്റിയെന്നും പറയുന്നു. പക്ഷേ അതും ഒരു വേർതിരിവല്ലേ? പരീക്ഷ മൂല്യനിർണ്ണയം ചോദ്യമുന്നിലാകും. FCRI നിയമ ഭേദഗതി ബില്ല് വരുത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചാൽ മാത്രം പോരാ, അവരുടെ വിശ്വാസത്തെ പരിഗണിക്കാനും സംരക്ഷിക്കാനും അധികാരികൾക്ക് കടമയുണ്ട്. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ നേതാവിന് ഇതേ വാചകങ്ങൾ ചങ്കുറപ്പോടെ വടക്കൻ ജില്ലകളിൽ പറയാൻ സാധിക്കുമോ? മതേതരമെന്ന് 100 വട്ടം പറഞ്ഞിട്ട് മതരാഷ്ട്ര രൂപീകരണ സംഘടനകളുടെ വോട്ടിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മതേതരമെന്ന് പറയുന്നത് ഒരു മതത്തിനു വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് മാത്രമാണോ? വികസനം, തൊഴിലില്ലായ്മ, ആരോഗ്യമേഖലയുടെ തകർച്ച, സാമ്പത്തിക കടം, രാജ്യവിരുദ്ധ ശക്തികളുടെ വളർച്ച, കർഷകരുടെ നിലവിളി, പെരുകിവരുന്ന തെരുവുനായ ആക്രമണം, വന്യമൃഗ ആക്രമണങ്ങൾ, കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും ഇതും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയല്ലേ? ആരെയാണ് നിങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പുച്ഛിച്ചു തള്ളുന്നത്? എണ്ണത്തിൽ കുറവായവർക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം, ന്യൂനപക്ഷ സംരക്ഷണം, വോട്ട് ബാങ്ക് കണ്ട് അട്ടിമറിക്കുന്ന ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെയല്ലേ അവഹേളിക്കുന്നത്? പോക്കറ്റ് ഭരണഘടനകൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നവർ ഇടയ്ക്കെങ്കിലും ആർട്ടിക്കിൾ 29ഉം 30ഉം ആത്മാർത്ഥമായി വായിച്ചിരുന്നെങ്കിൽ. ഈസ്റ്റർ ദിവസങ്ങളിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിച്ചവർ അരമനകളിലും പള്ളികളിലും അതിഥികളായി വിശ്വാസികളായി കടന്നുവരും. പക്ഷേ അപ്പോഴും ഓർക്കുക, അർഹതപ്പെട്ടത് നിഷേധിച്ചവർ നമ്മുടെ മുൻപിൽ ആശംസകൾ അർപ്പിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കണം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ വിശ്വാസത്തിനും സംരക്ഷണം ഒരുക്കുന്നവർക്ക് ഒപ്പം നിൽക്കാം.